ഏറെ ആത്മബന്ധം കൊണ്ടും സ്നേഹബന്ധം കൊണ്ടും കുടുംബ ബന്ധം കൊണ്ടും ഇടവക ബന്ധം കൊണ്ടും കൂടുതൽ ആളുകളുടെ സ്നേഹബന്ധത്തിന് ഹൃദയത്തിന് അനുരൂപരാകാൻ ഈ അപ്പച്ചന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും നൽകുന്ന സാക്ഷ്യം. കൂടുതലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഈ അപ്പച്ചൻ ചെയ്തിട്ടില്ലായിരിക്കും. ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ അവസാന നാളുകളൊന്നും വലിയ ആരോഗ്യപരമായ നേട്ടങ്ങളൊന്നും പറയാനില്ല. ആളുകളായിട്ട് അസ്വസ്ഥതകളുണ്ട്, രോഗലക്ഷണങ്ങളുണ്ട്, രോഗസാധ്യതകളുണ്ടായിരുന്നു. എന്നിരുന്നാലും 80 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ കർത്താവ് കൊടുത്ത കരുണയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം ദാനമായി കൊടുത്ത 5 ആൺമക്കള്, അതിൽ ഒരാളെ അപ്പച്ചൻ ജീവിച്ചിരിക്കെ തന്നെ കർത്തൃസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. ബാക്കി ആൺമക്കള് കൂടെയുണ്ട്. ഞാൻ ഈ അപ്പച്ചനിൽ നിന്നും കണ്ടിട്ടുള്ള ചില പാഠങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വാർദ്ധക്യത്തിലെത്തുമ്പോഴാണല്ലോ സാധാരണ നമ്മൾ ദൈവത്തിലേക്ക് നോക്കുക. നല്ല കാലം ഒരുപക്ഷെ നാം ആവുന്നതുപോലെ സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും നാം പോകേണ്ട വഴിയിലൂടെയൊക്കെ ആഗ്രഹിച്ച് പോവുകയും ഒക്കെ ചെയ്യും. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ, ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വാർദ്ധക്യത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഓരോന്നും കയറുമ്പോൾ അവിടെയൊക്കെ എത്തുമ്പോഴേക്കും ദൈവത്തിലേക്കുള്ള നോട്ടം വർദ്ധിക്കും. ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നവനാണ്. ഇത്രയും നാളും ഞാൻ ദൈവത്തിൽ നിന്നും മുഖം തിരിച്ചു നടന്നിട്ടും ദൈവം എന്നോട് കരുണ കാണിച്ചു. ആ ദൈവത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തും എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ, ഈ അപ്പച്ചൻ്റെ മരണം നമുക്ക് കാരണമാണ്. ഞാൻ അറിഞ്ഞതനുസരിച്ച് കുറയാതെ 10 വർഷത്തോളമായിട്ട് അപ്പച്ചൻ പള്ളിയോട് വളരെ അടുത്താണ്. പള്ളിയോടടുത്ത് എന്ന് പറഞ്ഞാൽ കൂദാശകളോട് ശ്രദ്ധ കൊടുത്തു തുടങ്ങി എന്നതാണ്. കൂദാശകൾ എന്തുകൊണ്ടാണ് അപ്പച്ചന് ശ്രദ്ധ കൊടുക്കേണ്ടതായി വന്നത്? ശരീരം ക്ഷയിച്ചു തുടങ്ങുന്നു, ആരോഗ്യം കുറയുന്നു. അവിടെ ആരെങ്കിലും ഒരാൾ താങ്ങി നിർത്താൻ വേണ്ടേ? അങ്ങനെ താങ്ങി നിർത്താൻ ആവുന്നതും ബലം നൽകുന്നത് ദൈവമെന്ന സത്യം മാത്രമാണെന്നുള്ള തിരിച്ചറിവും